നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മൾ വെറുമൊരു ആചാരമായി മാത്രം കാണുന്ന ജപത്തിന് പിന്നിലെ അതിശയിപ്പിക്കുന്ന ശാസ്ത്രത്തെക്കുറിച്ചുള്ള ഈ വിശദീകരണത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇത് പരിശോധിക്കുന്നത് പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യജിയുടെ മൂലഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയാണ്. ഇന്റർനെറ്റിൽ കാണുന്ന വെറും കേട്ടുകേൾവികളല്ല നമ്മളിന്നിവിടെ വിശകലനം ചെയ്യുന്നത് കേട്ടോ. ഇത് പൂർണ്ണമായും ആധികാരികമാണ്. പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യജിയുടെ യഥാർത്ഥ ഹിന്ദി സാഹിത്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ ഉള്ളടക്കം. ആത്മീയതയും ഭൗതികശാസ്ത്രവും എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് ഈ കൃതി നമുക്ക് കാണിച്ചുതരുന്നു. പ്രപഞ്ചത്തിന്റെ ഭൗതികശാസ്ത്രത്തിൽ തുടങ്ങി മനുഷ്യന്റെ ആത്മാവിനെ ഉണർത്തുന്ന ആത്മീയത വരെ നീളുന്ന വളരെ വ്യക്തമായൊരു യാത്രയാണ് നമ്മളിന്ന് നടത്താൻ പോകുന്നത്. ആവർത്തനത്തിന്റെ ശാസ്ത്രം, വൃത്താകാരമായ ചലനവും ഊർജവും, ജപത്തിന്റെ താളം, ബോധത്തിന്റെ 4 ഘടകങ്ങൾ, പിന്നെ നമ്മുടെ ഉള്ളിലെ ദൈവിക ശക്തിയെ ഉണർത്തുന്നതെങ്ങനെയാണെന്ന് എന്നിവയാണ് നമ്മളിന്ന് പ്രധാനമായും നോക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ വിഷയത്തിലേക്ക് കടക്കാം. ആവർത്തനത്തിന്റെ മെക്കാനിക്സ് അഥവാ ശബ്ദവൃത്തങ്ങളുടെ ശാസ്ത്രം. നമ്മൾ ഉച്ചരിക്കുന്ന വാക്കുകൾ വെറും ശബ്ദങ്ങൾ മാത്രമല്ല, അവ എങ്ങനെ ശക്തമായ ഊർജമായി മാറുന്നു എന്ന് നമുക്ക് നോക്കാം. സാധാരണ സംസാരവും ജപവും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ ദൈനംദിന സംസാരമെന്ന് പറയുന്നത് ചിതറിക്കിടക്കുന്നൊരു ഊർജ്ജമാണ്. അതിൽ പലതരം വികാരങ്ങളും വേഗതയും ഉണ്ടാകും. എന്നാൽ ജപം എന്നത് കൃത്യമായ വേഗതയിൽ ചില പ്രത്യേക വാക്കുകളിലൂടെ സൃഷ്ടിച്ചെടുക്കുന്ന വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളൊരു ശബ്ദചക്രമാണ്. വൈദ്യുതി ഉണ്ടാക്കാനൊരു ഡൈനാമോ തുടർച്ചയായി കറങ്ങണം എന്ന് നമുക്കറിയാമല്ലോ. അതുപോലെ തന്നെ വാക്കുകളിങ്ങനെ തുടർച്ചയായി വട്ടത്തിൽ ആവർത്തിക്കുന്നത് നമ്മുടെ ശരീരത്തിലും മനസ്സിലും സൂക്ഷ്മമായ വൈദ്യുത പ്രവാഹങ്ങളുണ്ടാക്കുന്നുണ്ട്. അണുക്കൾ മുതൽ വലിയ ഗ്രഹങ്ങൾ വരെ പ്രപഞ്ചത്തിൽ സജീവമായ എന്തിനും ഒരു വൃത്താകൃതിയുണ്ട് എന്ന ശാസ്ത്രം തന്നെയാണ് ഇവിടെയും നമ്മൾ കാണുന്നത്. ഇതിലെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്താണെന്നോ, നമ്മൾ ഒരു ശബ്ദം വളരെ വേഗത്തിൽ തുടർച്ചയായി പറയുമ്പോൾ അത് പൊട്ടാത്ത ഒരു വൃത്തമായി മാറും. അതിന്റെ തുടക്കവും ഒടുക്കവും എവിടെയാണെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. വാൽമീകി മഹർഷിയുടെ മര എന്ന തുടർച്ചയായ ജപം വളരെ സ്വാഭാവികമായി തന്നെ രാമരാമ എന്ന അനന്തമായ താളമായി മാറിയതിനു പിന്നിലെ ശാസ്ത്രവും ഇതുതന്നെയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പോകാം. വൃത്താകാരമായ ചലനവും ഊർജവും. മെക്കാനിക്കൽ എനർജിയുടെ നിയമങ്ങൾ എങ്ങനെയാണ് മന്ത്രജപത്തിന്റെ അദൃശ്യമായ ശക്തിയെ വിശദീകരിക്കുന്നതെന്ന് നോക്കാം. വട്ടത്തിൽ കറങ്ങുന്ന ഒരു വസ്തുവിന് ഊർജത്തെ എത്രത്തോളം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് ഒന്നാലോചിച്ചു നോക്കൂ. ഒരു മരമറുക്കുന്ന വൃത്താകൃതിയിലുള്ള വാൾ അതിന്റെ കറക്കം കൊണ്ടാണ് ഇത്രയും വലിയ ശക്തി നേടുന്നത്. അതുപോലെ തന്നെ തുടർച്ചയായുള്ള മന്ത്രജപം നമ്മുടെ ഉള്ളിലെ ഏറ്റവും വലിയ മാനസിക തടസ്സങ്ങളെപ്പോലും അനായാസം മുറിച്ചുമാറ്റാൻ സഹായിക്കും. ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് വളരെ വേഗത്തിൽ വട്ടത്തിൽ കറക്കിയാൽ ആ വെള്ളം താഴെ പോകില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഈ അപകേന്ദ്രബലം അഥവാ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് തന്നെയാണ് ജപത്തിലുമുള്ളത്. ശക്തവും താളാത്മകവുമായ മന്ത്രജപം നമ്മുടെ ഉള്ളിലെ ജീവശക്തിയെ മറ്റ് ലൗകിക കാര്യങ്ങളിലേക്ക് ചിതറിപ്പോകാതെ കാത്തുസൂക്ഷിക്കുന്നു. ശരി, ഇനി നമ്മുടെ മൂന്നാമത്തെ വിഷയത്തിലേക്ക് കടക്കാം. ജപത്തിന്റെ താളവും അതിലെ അളവുകളും. ആത്മീയ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ കൃത്യമായ നിയമങ്ങൾ ആവശ്യമാണ്. ഈ ഗ്രന്ഥത്തിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ടൊരു വാക്കാണ് തൈലധാരവത്. അതായത് ഒരു പാത്രത്തിൽ നിന്ന് എണ്ണ താഴെ കുഴിക്കുമ്പോൾ അത് ഒട്ടും മുറിയാതെ വീഴുന്നതുപോലെ യാതൊരു തടസ്സവുമില്ലാതെ ഒരേ വേഗതയിൽ മന്ത്രങ്ങൾ ജപിക്കണമെന്നാണ് ഇതിനർത്ഥം. പെട്ടെന്ന് നിർത്താനോ വേഗത കൂട്ടാനോ കുറയ്ക്കാനോ പാടില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വേദമന്ത്രങ്ങൾ നമ്മൾ ചൊല്ലുമ്പോൾ അതിൽ ശബ്ദത്തിന്റെ കയറ്റിറക്കങ്ങളും ഒരു സംഗീതാത്മകമായ താളവുമുണ്ടാകും. എന്നാൽ ജപം എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു ശാസ്ത്രമാണ്. ഇതിൽ യാതൊരുവിധ പിച്ച് വ്യത്യാസവുമില്ലാതെ ഒരേ വേഗത നിലനിർത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഈ കൃത്യമായ കണക്കൊന്ന് നോക്കൂ. 10 മുതൽ 11 വരെ. ശാസ്ത്രീയമായി പൂർണ്ണത നേടുന്നതിന് 1 മണിക്കൂറിൽ ഗായത്രി മന്ത്രം എത്ര തവണ ജപിക്കണം എന്നതിന്റെ കൃത്യമായ കണക്കാണിത്. 1 മണിക്കൂറിൽ 10 11 മാലകൾ ജപിക്കണമെന്നാണ് നിയമം. ഇത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് കേട്ടോ. ഒരു ഡോക്ടർ നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ അറിയാൻ BP മെഷീനും വാച്ചുമൊക്കെ ഉപയോഗിക്കുന്നത് പോലെ ഒരു സാധകൻ തന്റെ ജപത്തിന്റെ വേഗത കൃത്യമാണോ എന്ന് ഉറപ്പുവരുത്താൻ ജപമാലയും ക്ലോക്കും ഉപയോഗിക്കുന്നു. മന്ത്രത്തിന്റെ ശാസ്ത്രം കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ ഈ അളവുകൾ വളരെ അത്യാവശ്യമാണ്. ഇനി നാലാമത്തെ ഭാഗം, ബോധത്തിന്റെ 4 ഘട്ടങ്ങൾ. ഈ പ്രാചീന ആത്മീയ പ്രക്രിയകളെ ആധുനിക മനഃശാസ്ത്രം എങ്ങനെയാണ് തെളിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം.
നമ്മുടെ ബോധമനസ്സിനെ മാറ്റിയെടുക്കാൻ മനഃശാസ്ത്രപരമായി തെളിയിക്കപ്പെട്ട 4 ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നുപോകേണ്ടതുണ്ട്. പഠനം, അത് നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമാക്കൽ, ദൈവവുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കൽ, പിന്നെ അവസാനം നമ്മെ തന്നെ തിരിച്ചറിയൽ എന്നിവയാണവ. ഒരു കിണറ്റിലെ കല്ലിൽ കയറുരഞ്ഞ് എങ്ങനെയാണ് ആഴത്തിൽ പാടുകളുണ്ടാകുന്നതെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. അതുപോലെ തന്നെ നിരന്തരമായ ആവർത്തനത്തിലൂടെയുള്ള പഠനവും ഓർമ്മപ്പെടുത്തലും നമ്മുടെ കഠിനമായ മനസ്സിൽ പുതിയ ആത്മീയപാതകൾ വെട്ടിയുണ്ടാക്കാൻ സഹായിക്കുന്നു. ഇതിൽ റീകോൾ അഥവാ പുനർബന്ധിപ്പിക്കൽ എന്നതിനെ ഗ്രന്ഥത്തിൽ വളരെ മനോഹരമായിട്ടാണ് വിശദീകരിച്ചിരിക്കുന്നത്. പറന്നുപോയ ഒരു പട്ടത്തിന്റെ നൂല് തിരികെ പിടിക്കുന്നതുപോലെയോ അല്ലെങ്കിൽ ഒരു കളിപ്പാവയുടെ പൊട്ടിയ നൂലുകൾ വീണ്ടും കൂട്ടിക്കെട്ടുന്നതുപോലെയോ ആണിത്. മനുഷ്യനും ദൈവവും തമ്മിലുള്ള ആ പൊട്ടിപ്പോയ ബന്ധം നമ്മൾ ജപത്തിലൂടെ വീണ്ടും സ്ഥാപിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ നമ്മൾ ഈ പ്രക്രിയയുടെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക്, അതായത് അവസാനത്തെ തിരിച്ചറിയൽ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഉള്ളിലെ ദൈവിക ശക്തിയെ ഉണർത്തുക എന്നതാണ് 5ാമത്തെ വിഷയം. ഈ പ്രക്രിയയുടെ അവസാന ഘട്ടത്തിൽ തുടർച്ചയായുള്ള ഈ മാനസികവും ശാരീരികവുമായ ആവർത്തനം നമ്മളെ സാക്ഷാൽ സ്രഷ്ടാവുമായി ലയിപ്പിക്കുന്നു. അയം ആത്മബ്രഹ്മ അഥവാ ജ്ഞാനം ബ്രഹ്മവും ഒന്നാണ് എന്ന ആ പരമസത്യം വ്യക്തി അവിടെ തിരിച്ചറിയുകയും അവരിലെ ദൈവിക സ്വഭാവം ഉണരുകയും ചെയ്യുന്നു. പക്ഷെ സുഹൃത്തുക്കളെ, ഇതൊരിക്കലും ഒറ്റരാത്രി കൊണ്ട് സംഭവിക്കുന്നൊരു അത്ഭുതമല്ല കേട്ടോ. ഒരു പാഠം വീണ്ടും വീണ്ടും ഉഴുതുമറിച്ച് വളക്കൂറുള്ളതാക്കുന്നതുപോലെ ഇതിന് മാസങ്ങളും വർഷങ്ങളും നീളുന്ന നിരന്തരമായ പരിശീലനം ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആത്മീയ ശക്തികളെ പൂർണ്ണമായും ഉണർത്തിയെടുക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഭാരതീയ പാരമ്പര്യത്തിൽ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന ഈ കർശനമായ ശാസ്ത്രീയ പ്രക്രിയയ്ക്കുള്ള ഏറ്റവും മികച്ച ഉപകരണമായി കണക്കാക്കുന്നത് ഗായത്രി മന്ത്രത്തെയാണ്. എല്ലാ വേദജ്ഞാനങ്ങളുടെയും സത്തയും ശക്തിയും ഈ മഹാമന്ത്രത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ ജപം എന്നത് വെറുതെ കണ്ണടച്ചിരുന്ന് ചെയ്യുന്ന ഒരു വൈകാരിക പ്രകടനമല്ല. അതൊരു കൃത്യമായ ഭൗതികവും മനഃശാസ്ത്രപരവുമായ ശാസ്ത്രമാണ്. നിരന്തരമായ ശബ്ദതരംഗങ്ങളുടെ വൃത്താകാരമായ ഈ ചലനം നമ്മളിൽ അതിശക്തമായ ആത്മീയ ഊർജം സൃഷ്ടിക്കുകയും നമ്മുടെ ആത്മാവിനെ പരമാത്മാവുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മൾ ജീവിക്കുന്ന ഈ മഹാപ്രപഞ്ചം നിരന്തരം കറങ്ങിക്കൊണ്ടാണ് ജീവനെ നിലനിർത്തുന്നതെങ്കിൽ നിങ്ങളുടെ സ്വന്തം മനസ്സിനുള്ളിൽ ജപത്തിന്റെ ഈ പവിത്രമായ ചക്രം കറക്കുന്നതിലൂടെ നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഏതു വലിയ ശക്തിയെയായിരിക്കും നിങ്ങൾ ഉണർത്താൻ പോകുന്നത്?